ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ മുൻകൈയെടുത്ത ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. ഞാനധികം നീട്ടാതെ കുറച്ച് കാര്യങ്ങൾ ഇടയിലേക്ക് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. യുക്തിബോധം അല്ലെങ്കിൽ യുക്തിബോധം, ശാസ്ത്രചിന്ത എന്നൊക്കെ വിഷയങ്ങൾ ദശാബ്ദങ്ങളായിട്ട് അതേ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് അതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത്ര ഒരു രസകരമായ കാര്യമായിരിക്കില്ല. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ മേഖലയിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യുക്തിവാദവുമായി യുക്തിബോധത്തിൽ ശാസ്ത്രചിന്ത പ്രചരിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴുകിവെച്ച ആളുകളാണ് പലരും എൻ്റെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ എത്തിപ്പെട്ട ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നുള്ള ഒരു ധാരണയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ആധികാരികമായി കൂടുതൽ സംസാരിക്കാതെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പറയുന്ന 2-3 വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാനൊരു ചർച്ചയ്ക്ക് വേണ്ടി തുടങ്ങാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള 2-3 ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മൾ വളരെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് മലയാളികൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ എന്താണ് നമ്മൾ സയന്റിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ, എഞ്ചിനീയർമാർ, ടെക്നോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ISRO സയന്റിസ്റ്റുകൾ, ഇന്ത്യൻ മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെയും ഒരേ സമയം ഈ അവരുടെ പ്രാക്ടീസ് ചെയ്യുന്ന, അവർ പഠിച്ച സയന്റിഫിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ അവർ മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലും, അതായത് നമ്മുടെ ഊർജാവിഷയത്തിന് സമയത്ത് പറയാറ് ഈ രീതിയിൽ അവർ മതകീയവും വളരെയധികം അന്ധവിശ്വാസ ജടിലവുമായിട്ടുള്ള പ്രാക്ടീസ് എങ്ങനെ അവർ തുടരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ തുടരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് എന്താണ് അവർ നയിക്കുന്നത് എന്നത് എൻ്റെ ഒരു രീതിയിൽ ഒന്ന് വിശദീകരിക്കാൻ നോക്കാം. അല്ലെങ്കിൽ അതാണ് ഒരു വിഷയം. രണ്ടാമത്, നമ്മളുടെ നിരീശ്വരവാദി ആയിരുന്ന ആളുകൾ, യുക്തിവാദികൾക്ക് നിരീശ്വരവാദി എന്ന് ഞാൻ വിളിക്കും, നിരീശ്വരവാദികളായിരുന്ന ആളുകൾ പിന്നീട് മതപ്രചാരകരായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. റീസെൻ്റായിട്ട് ഒരു അയ്യൂബ് മൗലവി, അദ്ദേഹം യുക്തിവാദിയായിരുന്ന സമയത്ത് മൗലവിയായിരുന്നു, പിന്നീട് മതപ്രചാരകനായ സമയത്ത് PM അയ്യൂബായി മാറാറുള്ളത്. അത് മൗലവി അൺമൗലവി അല്ലെങ്കിൽ ഈ മൗലവി ആയിട്ടുള്ള മതപ്രചാരകനാവുന്ന ഒരു സാഹചര്യം, അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാം. മൂന്നാമതൊരു ചോദ്യം, നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ടാകുന്ന ഒരു ചർച്ചയാണ്. ഉദാഹരണത്തിന്, എങ്ങനെയാണ് ഈശ്വരവാദികളായിട്ടുള്ള ആളുകൾക്ക്, യുക്തിവാദ പ്രചാരകർക്ക് സംഘപരിവാർ പോലുള്ള ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് അവർ കെട്ടാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരായിട്ട് എങ്ങനെയാണ് അവർ മാറുന്നത് എന്നുകൊണ്ട് ഈ 3 ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹം എന്നുള്ള അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3 വിഷയങ്ങൾ, യുക്തിചിന്ത, സമൂഹം, സയൻസ്, ശാസ്ത്രം എന്നാണ്. ആ 3 സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് 2 വിഷയങ്ങളും കൈകാര്യം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് യുക്തിവാദം? അത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ അത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അതിൽ എന്താണ് യുക്തിവാദത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ യുക്തിവാദം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇത് 2 അഭിപ്രായം നമ്മുടെ ഇടയിൽ ആളുകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. ഒന്ന്, സയൻസിന്റെ വളർച്ചയ്ക്ക് ശേഷം, സയൻസിൽ 15-16-17 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ ഒന്നാണ് യുക്തിബോധം എന്നും, അതല്ല അതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, പുരാതന കാലത്ത് തന്നെ ആളുകൾക്ക് യുക്തിബോധം ഉണ്ടായിരുന്നു എന്നും ഉള്ളൊരു തർക്കം നമ്മുടെ ഇടയിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ ധരിക്കുന്നത് യുക്തിചിന്ത എന്നുള്ളത് ഒട്ടും ആധുനികമായിട്ടുള്ള ഒരു കാര്യമാണ്. യുക്തിചിന്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആളുകളുടെ, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ഒരു ജീവിവർഗം സർവൈവ് ചെയ്യില്ലാന്നുള്ളത്. മനുഷ്യൻ ഈ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ജീവിച്ച് സർവൈവ് ചെയ്യുന്നതിന് അടിസ്ഥാനപരമായിട്ട് അവർക്കുണ്ടായ ഒരു പല ഘടകങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്
യുക്തി ചിന്താകുന്നത്, അഥവാ കാര്യകാരണ സഹിതം വിഷയങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും യുക്തിബോധത്തിൽ ജീവിച്ചിരുന്നൊന്നുമല്ല. പക്ഷെ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ അവരുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ, നിത്യനിദാന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള യുക്തി അവർ അപ്ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ യുക്തി സയന്റിഫികമായിരുന്നു അഥവാ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അഥവാ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവര് ഇത്തരത്തിലുള്ള ബോധം അഥവാ ഇത്തരത്തിലുള്ള ചിന്ത കാര്യകാരണമൊന്നും സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ട്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സമൂഹ ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ മനുഷ്യനാരംഭിച്ചത് സമൂഹം ജീവിതം എന്നത് വളരെ പ്രധാനമാണ്. മനുഷ്യരെ സംബന്ധിച്ച് ഒറ്റയാളുകളാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ നമ്മൾ ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. മനുഷ്യർ യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് ബോധമുള്ള ആളുകൾ നമ്മുടെ ചുറ്റൊക്കെ കാണും. പക്ഷെ അവിടെ ഒറ്റയ്ക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. മനുഷ്യൻ എന്ന ജീവിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് പല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാവുകയും ഈ തരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന അത്തരത്തിലുള്ള കുടുംബങ്ങൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് വളരെയധികം പ്രസക്തമാണ്, പ്രധാനമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചിന്ത, യുക്തിചിന്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നതാണ്. സമൂഹ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ മനുഷ്യന് സർവേ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും പ്രധാന സാധാരണ നമ്മൾ പറയാൻ തീയുടെ കണ്ടുപിടുത്തം തീയിന്റെ കണ്ടുപിടുത്തം സാധാരണ പറയാൻ ഏറ്റവും പ്രധാനമായിട്ട്. പക്ഷെ ഞാൻ അതിനേക്കാൾ പ്രധാനമായി പോകുന്നത് കൃഷി ആരംഭിക്കലാണ്. കൃഷി ആരംഭിക്കുന്നതിലൂടെയാണ് ഈ തീയുടെ കണ്ടുപിടുത്തത്തെക്കാൾ കൂടുതൽ മനുഷ്യർ അതായത് സമൂഹ ജീവികളായിട്ട് മനുഷ്യർ ഇവോൾവ് ചെയ്ത് വരാനും അല്ലെങ്കിൽ യുക്തി രഹിത. കാരണം അതിൽ പല ഘടകങ്ങളുണ്ട്. മനുഷ്യർ യുക്തിപൂർവമല്ലാതെ ഇത്തരത്തിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അവർ നർച്ചർ ചെയ്യാനോ ആ തരത്തിൽ ഒരു സബ്സിസ്റ്റൻസ് സാധ്യമായത് കൃഷിയുടെ കണ്ടുപിടുത്തം. അതിന്റെ വളർച്ചയിലാണ് യുക്തി പറയുന്നത്. യുക്തി വളരാനുണ്ടാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതിൽ പല ഘടകങ്ങളുണ്ട്. ഈ കൃഷിയുടെ വളർച്ച മാത്രമല്ല, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി മുന്നോട്ട് തെറ്റുകൾ തിരുത്തി എന്ന് പറയുന്നത് തെറ്റുകൾ തിരുത്തി അനുഭവങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെയാണ് മനുഷ്യർ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഈ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യർക്ക് മതം ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങൾ ആശയങ്ങൾ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തത്. അവരെ സംബന്ധിച്ച് അത് അനിവാര്യമായ ഒരു കണ്ടെത്തലായിരുന്നു നമുക്ക് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ. പിന്നീട് ആ മതം അത് നമുക്ക് ഇതിനൊരു സൂചന എന്ന് പറയുന്നത് ഈ മതങ്ങൾ ഉണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും ആ മതങ്ങൾ ഘട്ടം ഓരോ മതങ്ങളുടെയും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകുന്ന മതങ്ങളോ ദൈവസങ്കല്പവുമല്ല പിന്നീട് ശേഷം ഉണ്ടാകുന്ന മതസങ്കല്പവും. ഇത് ആദ്യം ഉണ്ടായ മതങ്ങൾ പോലും ഓരോ കാലത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഗ്രീക്ക് സിവിലൈസേഷന്റെ കാലത്ത് ഗ്രീസിലുണ്ടായിരുന്ന മതങ്ങൾ നമുക്കറിയാം. ഒരു പഴയ ദൈവസങ്കല്പമുണ്ട്. അതിന് പിന്നീട് ഒരു നമ്മൾ ഈ ജൂതായിട്ടുള്ള ദൈവസങ്കല്പം അല്ലെ യഹോവ എന്നുള്ള ഒരൊറ്റ ദൈവത്തിലേക്ക് മാറുന്നു. പിന്നീട് അതിൽ വരുന്ന പരിണാമം നമുക്ക് കാണുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്ക് വൈദിക കാലഘട്ടത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ വൈദിക കാലഘട്ടത്തിൽ ഇന്ദ്രൻ, അഗ്നി, വരുണൻ എന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളും പിന്നീട് ആ ദൈവങ്ങൾക്ക് മാറ്റം വരുന്നത് നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഘട്ടമാകുമ്പോഴേക്ക് വിഷ്ണുവിന്റെ അവതാരങ്ങളായിട്ടുള്ള ശിവൻ, നമ്മൾ അവസാനത്തിൽ രാമൻ, കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളിലേക്ക് എത്തുന്നു. അത് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് ഓരോ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഓരോ ദൈവസങ്കല്പങ്ങളും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഓരോ ദൈവങ്ങൾ ഉണ്ടാക്കുന്നതും മനുഷ്യരുണ്ടാക്കുന്ന ഓരോ ദൈവങ്ങളും ഓരോ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ എവല്യൂഷന്റെ ഓരോ ഘട്ടങ്ങളെയാണ് ഓരോ ദൈവങ്ങളും സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ തരത്തിൽ ഉണ്ടാവുന്ന യുക്തി എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു സൂചിപ്പിച്ചു. മനുഷ്യർ ആദ്യ സാമൂഹിക ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള യുക്തിബോധം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ദൈവസങ്കല്പത്തിന്റെ എവല്യൂഷൻ ഞാൻ സൂചിപ്പിച്ചു. ഇനി പെട്ടെന്ന് തന്നെ ഈ സയൻസിന്റെ ഡെവലപ്മെന്റിലേക്ക് വരാൻ സാധിക്കും. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ സബ്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഒരു അറിവും അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ വളർച്ചയാണ് സയൻസിനെ ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങനത്തെ പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിൽ സയന്റിഫിക് റവല്യൂഷൻ ഉണ്ടായതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അത് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഉണ്ടായത് എന്നുള്ള തരത്തിൽ പല പഠനങ്ങളുണ്ടാകും. അതായത്
ജോസഫ് നിദാം എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ്, അദ്ദേഹം നമുക്ക് പലരും കേട്ടിട്ടുണ്ടാവും, ജോസഫ് നിദാം. ഈ നിദാമിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ചൈനക്കാരിയായിട്ടുള്ള അവര് ഇദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് നോക്കൂ, ഇത്രയധികം സയൻസിന്റെ അഡ്വാൻസ്മെന്റ് ചൈനയിൽ കാണാൻ സാധിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് ചൈനയിൽ ഇതുപോലെയുള്ള ഒരു സയന്റിഫിക് റവല്യൂഷൻ ഉണ്ടായില്ല. പകരം വെസ്റ്റേൺ യൂറോപ്പിലാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ചൈനയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ വെസ്റ്റേൺ യൂറോപ്പിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടായത് എന്നൊരു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹത്തിന്റെ സയൻസ് ആൻഡ് സിവിലൈസേഷൻ ചൈന എന്നുള്ള പുസ്തകം, അത് സീരീസ് പുസ്തകങ്ങൾ ഇറങ്ങുകയും ചെയ്തു. എന്തുകൊണ്ട് വെസ്റ്റേൺ യൂറോപ്പിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, അത് ഒരാൾക്ക് അദ്ദേഹം വിശദീകരിക്കുന്നത്. ചൈനയിൽ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സൊസൈറ്റി നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഇന്ത്യയിൽ നമുക്കറിയാം ആയുർവേദം പോലുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ട് അത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള കുറെ അധികം അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കുറെ കണ്ടുപിടുത്തങ്ങൾ നമുക്കുണ്ടായിരുന്നു. അധികം തരത്തിലുള്ള മുന്നോട്ട് അന്നത്തെ രീതികൾക്കകത്ത് നിന്നുള്ള അറിവുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അറിവുകളൊന്നും എന്തുകൊണ്ട് സയൻസായി വളർന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു അത്തരത്തിലുള്ള സയൻസിന്റെ അഡ്വാൻസ്മെന്റ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഇവിടെ നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ചോദിക്കില്ല. പകരം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ആശാഭാരതങ്ങളുണ്ടായിരുന്നു, നമ്മൾ മഹാത്മാക്കളായിരുന്നു, ഇന്ത്യയിൽ എല്ലാവരും പണ്ട് മുതലേ സയൻസുകളായിരുന്നു, നമുക്ക് പുഷ്പവിമാനങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള പറച്ചിലുകൾ പൊങ്ങച്ചടി നാട്യങ്ങളും മാത്രമാണ് ഉള്ളത്. പകരം നമ്മൾ എന്തുകൊണ്ട് ഇവയൊന്നും സയൻസ് അല്ലെങ്കിൽ ആ അറിവുകൾ സയൻസ് ആക്കി മാറ്റാനും മെത്തഡോളജിക്കലി ഒരു കറക്റ്റ് പ്യൂരിഫൈ ചെയ്യുന്ന, മെത്തഡോളജിക്കലി പുതിയ അറിവുണ്ടാക്കുന്ന, പഴയ അറിവുകൾ തിരസ്കരിച്ച് പുതിയതുണ്ടാക്കുന്ന ഒരു സയൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ എന്തുകൊണ്ട് ഇവിടെ നടന്നില്ല എന്നുള്ള ചോദ്യം നമ്മൾ ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. നമ്മളൊക്കെ ഋഷിപ്രോക്തമാണ് എന്നുള്ള അറിവുകൾ പറയുന്നത്. ഇങ്ങനെ ഒരു ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവികവൽക്കരണം ഒരു ഏത് അറിവിനെ സംബന്ധിച്ചതാണെന്ന് പറഞ്ഞാൽ ആ അറിവ് പിന്നീട് വളരില്ല എന്നാണ്. നമ്മൾ ഇന്ത്യയിലെ ശാസ്ത്രമാണ് ഏറ്റവും നല്ല ഉദാഹരണം. നമ്മൾ സയൻസ് എന്നുള്ളൊരു സാധാരണ ശാസ്ത്രം സയൻസ് എന്നുള്ളൊരു സാധാരണ ശാസ്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത് തെറ്റായ ഒരു ട്രാൻസ്ലേഷനാണ്. സയൻസ് ഒരിക്കലും ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിന് സയൻസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. സയൻസ് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള അറിവാണ്. നമുക്ക് ശാസന രൂപത്തിലുള്ള അറിവ് മാത്രമാണ് സയൻസ്. സയൻസ് അതിന്റെ രൂപീകരണമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഇത് ശാസ്ത്രമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ നിലവിലുള്ള അറിവുകൾ നിരന്തരം ചോദ്യം ചോദിച്ച് ആ അറിവ് തിരുത്തുക എന്നുള്ളതാണ് ഫോൾസിഫയബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഒരു അറിവും സയൻസിന്റെ സയൻസ് അല്ല എന്നുള്ളതാണ്. ഫോൾസിഫയബിൾ അല്ല ആയിട്ടുള്ള അറിവിനെ മാത്രമേ സയൻസ് എന്ന് വിളിക്കാനുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിച്ച് മനനം ചെയ്ത് അല്ലെങ്കിൽ വിമർശിക്കാൻ പറ്റാത്ത ഒരു അറിവ് സയൻസ് അല്ല. അങ്ങനെ ആ അത്തരത്തിൽ നമ്മുടെ ശാസ്ത്രം അത് തെറ്റാണ്. ശാസ്ത്രം ഒരിക്കലും ചോദ്യം ചോദിക്കാനില്ല. ശാസ്ത്രം ശാസ്ത്രീയമായ അറിവാണ്, ഋഷിപ്രോക്തമാണ്. അങ്ങനെ അത് ഒരു എല്ലാ അറിവിന്റെ മുകളിൽ ഒരു ഋഷിയെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അല്ലാതെ ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ സമൂഹം ഉണ്ടാക്കിയെടുത്ത ഈ അറിവുകൾ എന്തല്ല അത് ഏതെങ്കിലും ഒരു മുനിയുടെ പേരിൽ ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ അറിവിന്റെ മുകളിൽ നമുക്ക് ഓരോ മുനിമാരുണ്ടാവും. ആയുർവേദനായാലും യോഗയ്ക്കായാലും എല്ലാവരും നമുക്ക് ഓരോ മുനിമാരുണ്ട്. ഈ മുനിമാരുടെ പേരിൽ ഈ അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനാണ്. അഥവാ അത് ശാസ്ത്രമായി കഴിഞ്ഞാൽ ശാസനയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്നത് ശാസ്ത്രം സയൻസ് ആനുഷംഗികമായിട്ട് പറഞ്ഞുള്ളൂ. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇത് നമ്മൾ അതിന്റെ മുകളിൽ നിന്നാണ് പിന്നെ സയൻസിന്റെ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നത് നമ്മുടെ ആശയങ്ങൾ ഇങ്ങനെ നൂറ്റാണ്ടുകളായി നമ്മൾ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന ഈ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ പുതിയ അറിവുകൾ സയൻസ് അല്ലെങ്കിൽ മറ്റെന്ത് പുതിയ ഭൗതികമായ ജീവിത രീതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അറിവ് സയൻസ് ഈ സയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ അറിവും ഈ ആശയബന്ധിതമായിട്ടുള്ള ഈ ലോകത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആശയവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പലതരം ആശയങ്ങൾ ബേസായി കിടക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ പുതിയ ശാസ്ത്രം സയൻസ് കണ്ടെത്തുമ്പോൾ ശാസ്ത്രം ഉണ്ടാകുമ്പോൾ നോളജ് ആയിട്ട് ഈ അറിവുകളെല്ലാം നിലനിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയോടുകൂടി ഇത്തരത്തിൽ സയൻസ് കൂടുതൽ വളരാൻ തുടങ്ങുന്നു. സയൻസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പിന്നീട്
ഈ ആശയം കൊണ്ടുകൊണ്ട് ആ തരത്തിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഭൗതികവാദ ചിന്തകൾ വളർന്നു വരുന്നത്. ഈ സയൻസിന്റെ വളർച്ചയ്ക്ക് ശേഷമാണ് ഉപയോഗിക്കണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഭൗതികവാദ ചിന്തകൾ വളർന്നു വരുന്നത്. ഈ വളർന്നു വരുന്ന ഭൗതികവാദ ചിന്ത അഥവാ ഈ സയൻസിന്റെ പുതിയ നിലവിലുള്ള അല്ലെങ്കിൽ പുതിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ജീവിത സങ്കല്പം വളർത്തിയെടുക്കുകയും സമൂഹം മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് സമൂഹത്തെ കൊണ്ടുപോകാമെന്നുള്ള ചിന്തകൾ ഈ തരത്തിൽ സമൂഹത്തിൽ വളരുകയും ചെയ്യും. അങ്ങനെ വളർന്നു വന്ന ഈ സമൂഹത്തിന് ഈ ലോകത്തെ ആശയവാദപരമായി നിൽക്കുന്ന സമൂഹത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അറിവായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു സയൻസ് എന്നുള്ളത് അല്ലെങ്കിൽ അതൊരു ജീവിത രീതി ഇത്തരത്തിൽ മെറ്റീരിയലായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു സമൂഹത്തെ നിലനിൽക്കുന്ന ആശയത്തെ ആ ആശയത്തെ ആഴത്തിൽ ചോദ്യം ചെയ്യുന്ന ആളുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആശയവാദത്തെ അല്ലെങ്കിൽ ഈ മതങ്ങൾക്ക് നിൽക്കുന്ന ആശയവാദ പരിസരത്തെ പ്രോബ്ലമറ്റൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ തകർക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഈ അറിവ് സൂപ്പർഫിഷ്യലായിട്ട് നിൽക്കാൻ സാധിക്കും. അഥവാ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു ഫിസിസിസ്റ്റ് ആയിട്ട് സംബന്ധിച്ച് ഒരു അസ്ട്രോണോട്ടിനെ സംബന്ധിച്ച് ഒക്കെയും അവർക്ക് മനസ്സിലാക്കി അവർ പഠിച്ച ഈ തിയറം ഫോർമുലേഷൻ അപ്പുറം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഴയ ആശയവാദ തത്വങ്ങൾ എടുക്കാൻ പറ്റും. ഇതിന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികവാദപരമായ ചിന്തകൾ അത്തരത്തിലുള്ള ചിന്തകൾ അവരാഴത്തിൽ സ്വാധീനിക്കുന്നില്ല. ഇത് തന്നെ എടുക്കാം. നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ഈ ISRO സയന്റിസ്റ്റുകളുടെ പറയാറുണ്ട്. മെഡിക്കൽ ഡോക്ടർമാരുടെ സർജറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറയുന്ന ഡോക്ടർമാരെ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ പഠിച്ച ഈ സർജറിക്ക് അപ്പുറം അല്ലെങ്കിൽ അവർ പഠിച്ച ഈ കീഴ്മുറിക്കലിനപ്പുറം ഉള്ള ഒരു ജീവിത സങ്കല്പത്തിലെ അവരെ ആ തരത്തിൽ അവരെ ബാധിച്ചില്ല. ബാധിക്കാതിരിക്കാനുള്ള കാരണം സമൂഹത്തിൽ പുരാതന കാലത്ത് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിത വീക്ഷണത്തെ ആഴത്തിൽ സ്വാധീനിച്ച ആശയവാദ തലമാണ് പറഞ്ഞത്. ഇത് യുക്തിവാദികളെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വിമർശനം. നമുക്ക് ഉദാഹരണത്തിന് നേരത്തെ സൂചിപ്പിച്ച അയ്യൂബ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഞാൻ ഒരാളെ കുറിച്ച് പറയല്ല, പക്ഷെ ആലോചിച്ച് നോക്കും. അദ്ദേഹം ഒരു ജീവിക്കുന്ന ഒരു യുക്തിവാദി അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ പോകുന്ന ഈ നിരീശ്വരവാദ ഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ ആഴത്തിൽ ഇതിനേക്ക് വിമർശിച്ചു പോയിരുന്നു. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ 2-3 പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു മാറ്റങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവും. കാരണം നമ്മൾ പറയുന്നത് അദ്ദേഹം എഴുതിയ പല കാര്യങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ, അങ്ങനെ പോയ ഒരു വ്യക്തിക്ക് തിരിച്ച് വളരെ അദ്ദേഹം മുമ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനേക്കാൾ ശക്തി മതപ്രചരണം നടത്താനും മതപ്രസംഗം നടത്താനും വെല്ലുവിളിക്കാനും സംവാദങ്ങൾ തയ്യാറാവാനും ഒക്കെയുള്ള ഒരു ധൈര്യം ഒരു ചിന്ത എവിടെയാണ്. അദ്ദേഹം നേരത്തെ നിരീശ്വരവാദം വിശ്വസിക്കുന്നതിനും പ്രതികരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ ആഴത്തിൽ സ്വാധീനിച്ച അല്ലെങ്കിൽ ആഴത്തിൽ ബാധിച്ച ആശയവാദ തലം ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതെ കിടന്നു. അതുപോലെ തന്നെയാണ് പറയാറുള്ള ഈ രവിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആളുകൾ ഞാൻ വളർത്തിയില്ല, ഞങ്ങൾ തെളിവുന്നില്ല, അദ്ദേഹത്തെ ഒരു സംഘപരിവാർ ആശയക്കാരനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പക്ഷെ അദ്ദേഹത്തിന്റെ ഞാൻ സംഘപരിവാർ പലതരത്തിൽ ആളുകൾ ആരോപിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ലേറ്റർ പീരീഡ്, അതായത് 2001 ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള നവനാസ്തികത എന്ന് ആളുകൾ ആരോപിക്കുന്നത് വിമർശിക്കുന്ന സാമഹാരത്തിൽ പോലുള്ള പോലുള്ള ആളുകൾക്ക് വളരെയധികം അവരാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഇന്റർപ്രിട്ടേഷൻ അതിനെ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ആ തരത്തിൽ ഈ ഇതൊന്നും തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെ വിമർശിക്കുന്നുണ്ട്, ദൈവ സങ്കല്പങ്ങളെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ വൺ ഡൈമെൻഷനിലാണ് എന്നുള്ള ആരോപണം അദ്ദേഹത്തെ കുറിച്ച് വളരെ ശക്തമാണ്. വലിയൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വലിയൊരു ഭക്തനാണ്, വളരെ ക്ലോസായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം അവരുടെ നേരത്തെ പരിപാടികൾ പോയി ഒരു റയറായിട്ടുള്ള ജാതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ജാതി എല്ലായിടത്തും ഇല്ല. ആ ജാതി ഞങ്ങളവിടെ കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അപ്പുറമാണ്. ഇദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുക്കൾ കൂടി 3 കിലോമീറ്റർ അപ്പുറമായിരിക്കും. ഈ വളരെ ക്ലോസാണ്, ഞങ്ങൾ വിളിച്ച് ഒരു തവണ ടൂർ പോയി. ഞങ്ങൾ ആലപ്പുഴ ഇറങ്ങി 3 പോയി. ഈ ടൂർ പോയിരുന്ന
കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം സംസാരിക്കാൻ സംസാരിക്കില്ല. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ കിടക്കുന്ന ജാതി ബോധം പറഞ്ഞാൽ ഒരു മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നതാണ്. അദ്ദേഹം മുമ്പ് കൺസീവ് ചെയ്ത ആ ജാതി ബോധം എന്താണോ അത് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. പക്ഷെ അദ്ദേഹം അതേ സമയം തന്നെ നിരീശ്വരവാദ പ്രചാരകനാണ്. നിരന്തരം വാട്സപ്പ് സ്റ്റാറ്റസ് മുഴുവൻ വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസുകൾ അദ്ദേഹം കിട്ടുന്നു. ഇതെങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നതാണ്? അതായത് ജാതിയെ വളരെ ആഴത്തിൽ ഉൾക്കൊള്ളുകയും അതേസമയം അത് മാറ്റാൻ തയ്യാറാവുക. അദ്ദേഹം ഈ ഒറ്റപ്പാലത്ത് കൂടെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ഈ ജാതി കൂടുതൽ സുലഭമായിട്ടുള്ള ഒറ്റപ്പാലത്താണ്. അപ്പൊ അവിടെ പോയിട്ട് ഇദ്ദേഹം കല്യാണം കഴിക്കും. ഓക്കെ, അത് പ്രേമമായിരിക്കും. അദ്ദേഹം കുറ്റം പറയാൻ വേണ്ടി ഇത് കാണിക്കുന്നത് എന്താണ്? നമുക്ക് ഇത്ര ആഴത്തിൽ ജാതിയെ ഉൾക്കൊണ്ട ഒരാൾക്ക്, അതിപ്പോഴും അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതേസമയം തന്നെ ഒരു നിരീശ്വരവാദ പ്രചാരകനാകാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീശ്വരവാദം നമ്മൾ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത് ഇത് ഇത്തരത്തിൽ സാധ്യമാണെന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരീശ്വരവാദിയായി നേരത്തെ തന്നെ നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ മുഹമ്മദ് ജിന്നയെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം നിരീശ്വരവാദി ദൈവവിശ്വാസമില്ലാത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാക്കിയ അതിന്റെ രാഷ്ട്രപിതാവ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അപ്പൊ സർക്കാരെ കുറിച്ച് പറയാനുള്ള തരത്തിൽ എന്തിന് നമ്മൾ ഇപ്പോഴത്തെ BJP നേതാവ് അദ്ദേഹത്തിന്റെ മക്കള് ഒരു സെക്യുലർ ഇന്റർമീഡിയറ്റ് മാരേജ് വെച്ചവരാണ്. പക്ഷെ അദ്ദേഹം തന്നെ ഹിന്ദുത്വത്തിന്റെ ഒരു വക്താവാണ്. ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളാനും അതേസമയം തന്നെ ഈ ദൈവനിഷേധി ആവാനും കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾക്കപ്പുറം എന്തോ ഉണ്ട് എന്ന് പറയുന്ന ആശയമാണ്. എനിക്കറിയാവുന്ന ഇത്ര കാര്യങ്ങളുണ്ട്, ഇതിനപ്പുറമുള്ള എന്തോ ഒരു കാര്യമുണ്ട്, എന്നാൽ അങ്ങനെയാണ് അതിന് തരത്തിലുള്ള ഒരു ആശയമായ പശ്ചാത്തലം ഈ ആളുകളുടെ ഉള്ളിലൊക്കെ അത്രയും രൂഢമൂലമായി കിടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉള്ളത് കൊണ്ടാണ്, അത് മാറ്റവും വരാതിരിക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ ജീവിതബന്ധനം അതായതുകൊണ്ടാണ് അത് നമുക്ക് ഇങ്ങനെ കഴിയുന്നത്. ഇത്തരത്തിൽ ഇതിന്റെ പ്രസക്തി പോലെയാണ് ഈ നമ്മൾ ജീവിക്കുന്നത്. മത നിഷേധം പറഞ്ഞതിന് മുന്നിൽ ചെന്ന് നമ്മൾ ആ തരത്തിൽ തന്നെ മതവുമായി ബന്ധപ്പെട്ട മതം നിർണയിച്ച ചുറ്റുപാടി മതം നിർണയിച്ച ജീവിത രീതികൾ തുടരുമ്പോൾ നമുക്ക് ആ തരത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ മാത്രം സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കൂട്ടായ്മകൾ വ്യക്തമാകുന്നത്. ഇസ്ലാമിസവുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ റിച്ചാർഡ് ഡോക്കിൻസിനെ 2001 ശേഷം നടന്ന ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇവരാരും തന്നെ ഈ ഇസ്ലാമിന്റെ ആശയസങ്കല്പങ്ങളെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിസവും ഈ ഹിന്ദുത്വയും ഒരേ ഫിഗറിൽ എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരേ ആശയത്തിന്റെ രണ്ട് ഡൈമെൻഷൻസ് മാത്രമാണ് ഇത് തിരിച്ചറിയാത്തത് നമ്മൾ യുക്തിവാദിയാവുന്നില്ല, നിരീശ്വരവാദിയാവാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിൽ യുക്തിവാദം പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കണം. കേരളത്തില് യുക്തിവാദം പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സയൻസിന്റെ സ്പ്രെഡിന് ശേഷം 1917 സൗദർണയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പന്തി ഭോജനവുമായി ബന്ധപ്പെട്ട നടത്തിയ പ്രചരണങ്ങളും എതിർപ്പുകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ യുക്തിവാദം എന്ന അല്ലെങ്കിൽ യുക്തി ചിന്ത കേരളത്തിൽ പ്രചരിക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ തിരിഞ്ഞിട്ട് അവരൊന്നും യുക്തിവാദികളായിരുന്നില്ല എന്ന് പറയുന്നത് സഹോദരനെ അത്തരത്തിൽ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എത്രമാത്രം സാങ്കേതികമുള്ളത് മാത്രമല്ല ഇതിൽ നമ്മൾ പറയുന്ന ആളുകൾക്ക് മാർക്സിസ്റ്റുകളായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. നമുക്ക് കേരളത്തിൽ യുക്തിവാദികളുടെ ലീഡർഷിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പവന് അത്തരത്തിൽ മാർക്സിസ്റ്റ് ആയിരുന്നു എന്നുള്ളവരാണ്. പിന്നെ കലാമാത്രമാണ് ആ തരത്തിൽ മാർക്സിസവും യുക്തിവാദവും ഒരുമിച്ച് പോകുന്നത്. അല്ലാതെ നമുക്ക് എത്ര യുക്തിവാദം എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ല. സഹോദരയിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അങ്ങനെ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉള്ളവരാണ്. പിന്നെ എവിടെയാണ് ഈ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് അഥവാ ഈ 2010 ആ സമയത്ത് വന്ന ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ യുക്തിവാദികളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സബോർഡിനേറ്റ് ചെയ്യും എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? വാദി സംഘത്തെ ആകെ ഈ മാർക്സിസ്റ്റ് പാർട്ടി വിഴുങ്ങിയ തരത്തിലുള്ള പ്രചരണം തെറ്റാണെന്നുള്ള അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 2001 ശേഷം ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വലതുപക്ഷ നാസ്തികത
നിരന്തരം നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക, നമ്മൾ സ്വയം അവനവനെ വിമർശനങ്ങൾക്ക് വിധേയമാക്കുക. ഈ വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് സ്വയം പഠിച്ചുകൊണ്ട് അവനവന്റെ സെൽഫ് ക്രിറ്റിസിസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ സമൂഹത്തിന്റെ പുരോഗതി എന്നത് സാധ്യമാകും. പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ യുക്തിവാദമായാലും കമ്മ്യൂണിസമായാലും മാർക്സിസമായാലും ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആശയങ്ങളും വളരുന്നത് ഒരു ബെറ്റർ സൊസൈറ്റി എന്നുള്ള കാലത്ത്. നിങ്ങൾക്ക് എന്തിനാണ് യുക്തിവാദിയാവുന്നത്? ഒരാൾ മതവിശ്വാസങ്ങൾക്കകത്ത് ആളുകൾ ജീവിച്ചു, ആ മതവിശ്വാസങ്ങൾക്കകത്ത് ആളുകൾ ജീവിക്കാം. പക്ഷേ സമൂഹം ഒരു ബെറ്റർ സമൂഹം ഉണ്ടാവണമെങ്കിൽ, ഈ ഗാലക്ടറിയൻ സൊസൈറ്റി വളർന്നു വരണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സമൂഹം നിലവിലുള്ളതിനേക്കാൾ ബെറ്ററാണ്. പ്രത്യേകിച്ച് സമൂഹത്തെ സങ്കല്പിക്കുന്നതുകൊണ്ട് അത്തരം സങ്കല്പങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ യുക്തിവാദികളാവുന്നത്, നമ്മൾ വൈദ്യവാദികളാവുന്നത്. ഇത്തരത്തില് മെറ്റീരിയലിസ്റ്റ് ആയ അല്ലെങ്കിൽ യുക്തിവാദികളായ ആളുകൾ സമൂഹത്തിന്റെ പുരോഗതിയാണ് കാക്ഷിക്കുന്നത്. സമൂഹത്തെ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകുന്ന മതരാഷ്ട്രവാദ ചിന്താഗതികൾക്കകത്തെ ആളുകളെ, പുരോഗമനപക്ഷത്തിലേക്ക് വന്ന ആളുകളെ കൂടി അത്തരത്തിൽ മതരാഷ്ട്ര ചിന്തയിലേക്ക് ആളുകൾ അല്ലെങ്കിൽ മതരാഷ്ട്ര ചിന്തയിലേക്ക് ബന്ധിപ്പിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞേ പറ്റൂ, നമ്മൾ പുറകോട്ട് പോയേ പറ്റൂ. കാരണം സമൂഹം, നമ്മൾ എല്ലാവരും നിരീശ്വരവാദിയായിട്ട് മാത്രം കാര്യമില്ല, സമൂഹം കൂടെ പുരോഗമനം, അഥവാ സമൂഹമാണ് വളരെ പ്രധാനം. ഈ സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ എല്ലാവരും ഓരോരുത്തരും യുക്തിവാദികളാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് മതവിശ്വാസത്തിൽ ജീവിച്ചാൽ നമ്മൾ മതവിശ്വാസത്തെ ത്യജിക്കുന്ന കാരണം അത് സമൂഹത്തെ പിന്നിലേക്ക് നയിക്കുന്നതുകൊണ്ടാണ്, അഥവാ അധോഗമനം ആണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ടാണ്. അതായത് സമൂഹത്തെ അവർ നിരന്തരം സങ്കല്പിച്ച ലോക സങ്കല്പത്തിൽ, പ്രപഞ്ച വീക്ഷണത്തില് സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് ഈ മതം. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവയെ തൃണവൽക്കരിച്ച് ത്യജിച്ച് നമ്മൾ മുന്നോട്ട് വരുന്നതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ആ മറികടക്കൽ എന്നത് പുരോഗമനോന്മുഖമായിരിക്കണം, അഥവാ പുരോഗതിയായിരിക്കണം, സമൂഹത്തിന്റെ പുരോഗതിയായിരിക്കണം. എല്ലാവർക്കും ഒരു സാധ്യമാകുന്ന, എല്ലാവർക്കും പുരോഗതി സാധ്യമാകുന്ന ഒരു സമൂഹ സങ്കല്പം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്നത്, ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് മുന്നോട്ട് വരുന്നതിന്റെ ലക്ഷ്യം പോലും അതാണ്. അതിനെ ത്യജിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന, അതിനെ പുറകോട്ട് നയിക്കുന്ന ആശയങ്ങളിൽ നിന്ന് നിരീശ്വരവാദികളായാലും ആരായാലും പിന്തിരിയണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട, എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.